നമസ്കാരം. തന്റെ സമരം CBIക്കെതിരെയല്ല, നരേന്ദ്രമോദി സർക്കാരിന് തന്നെയും എതിരാണ് എന്നാണ് ഇന്ന് സമരവേദിയിൽ വെച്ച് മമതാ ബാനർജി പറഞ്ഞത്. അങ്ങനെയായിരിക്കുന്നു ദീദി മോദി പോരാട്ടം എന്ന് വിളിക്കാവുന്ന സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നേർക്കുനേർക്കുള്ള യുദ്ധമായി ബംഗാളിലേത് മാറുകയാണ്. പല വശങ്ങളുള്ള പ്രശ്നമാണ് അവിടുത്തേത്. നിരവധി പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട വൻ ചിട്ടി തട്ടിപ്പ് കേസുകളിലെ അന്വേഷണമാണ് മമതാ ബാനർജി തടയുന്നത്. CBIക്കും കേന്ദ്ര സർക്കാരിനും പറയാൻ അത്തരമൊരു ന്യായമുണ്ട്. എന്നാൽ ആ കേസന്വേഷണങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് ഭരണഘടന അട്ടിമറി നടത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന മമതാ ബാനർജിയുടെ ആക്ഷേപത്തെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കുന്നതുമല്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കേന്ദ്ര സർക്കാർ വഴിവിട്ട് CBIയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണോ എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യത്തിലാണ് ഇന്നത്തെ ചർച്ച. സ്വാഗതം. ഇന്നത്തെ ഈ ചർച്ചയുടെ ഭാഗമായി പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്: മമതയുടെ സമരം പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ തലപ്പത്തെത്താനോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തോട് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാം. മമതയുടെ സമരം പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ തലപ്പത്ത് എത്താനോ? CPM നേതാവും MP-യുമായ ശ്രീ PK ബിജു ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരും. ശ്രീ ഷാജി M. ജോസഫ്, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ്, കണ്ണൂരിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്കും അതിഥികളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PK ബിജു MP ഡൽഹിയിൽ, ശ്രീ ഷാജി M. ജോസഫ് തിരുവനന്തപുരത്ത്, ശ്രീ PM സുരേഷ് ബാബു കണ്ണൂരിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ PK ബിജു, എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? BJP സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി CBIയെ ദുരുപയോഗം ചെയ്യുകയാണ്, ഭരണഘടനയെ അട്ടിമറിയാണ് അവർ ബംഗാളിൽ നടത്തുന്നത് എന്നൊക്കെയുള്ള മമതാ ബാനർജിയുടെ ആക്ഷേപം ശരിയാണെങ്കിൽ രാജ്യത്തിൻ്റെ ആകെ തന്നെയും പിന്തുണ ബംഗാൾ സർക്കാരിന് ലഭിക്കേണ്ടതല്ലേ? അങ്ങനെയൊരു പിന്തുണ ബംഗാൾ സർക്കാരിന് CPM നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? സനീഷ്, രാജ്യത്തിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അസാധാരണമായിട്ടുള്ള സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. CBIയുടെ തലവൻ അർദ്ധരാത്രിയിൽ മാറ്റപ്പെടുന്നു. 4 സുപ്രീം കോടതി ജഡ്ജിമാർ പുറത്തിറങ്ങി വന്ന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ചരിത്രം ഞങ്ങളെ കുറ്റക്കാരെന്ന് വിധിക്കുമെന്ന് പറയുന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമെല്ലാം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന സമിതിയായി രാജ്യത്ത് മാറുന്നു. അങ്ങനെ അസാധാരണമായ സ്ഥിതിവിശേഷമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ബംഗാളിലെ സ്ഥിതി ഇപ്പം എന്താ? അതുമായി ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണോ? ഇത് 2013 ശാരദാ ചിറ്റി ഫണ്ടും അതിനുശേഷം ഉണ്ടായിട്ടുള്ള റോസ് വാലി ചിറ്റി ഫണ്ടും ഏതാണ്ട് 30,000 കോടിയിലാണ് ശാരദാ ചിറ്റി ഫണ്ട് കേസ്. 17 കോടി ആളുകളെ വെസ്റ്റ് ബംഗാളിലും ആസാമിലും ത്രിപുരയിലും ഒറീസയിലും ജാർഖണ്ഡിലുമെല്ലാം ജനങ്ങളെ പറ്റിച്ച് പണം കൊണ്ടുപോയിട്ടുള്ളൊരു കേസാണ്. അതുപോലെ തന്നെയാണ് റോസ് വാലിയുടെ കേസിൻ്റെ കാര്യവും. അതും ഫണ്ട് തട്ടിപ്പാണ്. ചിട്ടി തുടങ്ങി അത് വലിയ തോതിലുള്ള പണം ജനങ്ങളുടെ തട്ടിപ്പിനിടയാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് 2014 മെയ് മാസം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്താണ് സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ 2 മാസമല്ലേ മോദി ഭരണത്തിലുള്ളൂ? ഈ 2 മാസം മാത്രം ഇരിക്കെ 2014 മെയ് മാസം ഇട്ട സുപ്രീം കോടതി വിധി എന്തുകൊണ്ടാണ് മോദി ഗവൺമെൻറ് ഇതുവരെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കാര്യക്ഷമത കാണിക്കാതിരുന്നത്? അതിന് കാരണം ഞങ്ങൾക്കെല്ലാം അറിയാം. നരേന്ദ്രമോദിയും മമതാ ബാനർജിയും മോദി ദീദി സഖ്യമായിരുന്നു പാർലമെന്റ് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദിക്ക് ആവശ്യമുള്ള സമയത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ 34 പാർലമെന്റ് മെമ്പർമാരെ ഉപയോഗിക്കാൻ പലപ്പോഴും അവർ ഉപയോഗിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പം അവസാനം മമതാ ബാനർജിക്കൊപ്പം ഉണ്ടായിരുന്ന ചില പാർലമെൻറ്റ് മെമ്പർമാർ, ഇപ്പം മുകുൾ റോയ് TMCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം BJP നേതാവായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കേസിൽ പെട്ടിട്ടുള്ള പലരും പാർലമെൻറ്റ് മെമ്പർമാർ, തൃണമൂലിൻ്റെ നേതാക്കന്മാർ, അതിലൊരാൾ നമ്മുടെ പാർലമെൻറ്റിൽ ഞങ്ങൾക്കൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന പല ആളുകളാണ് ഇപ്പം ഈ കേസിൽ പെട്ട് കിടക്കുന്നത്. അപ്പം അതിലെ കുനാൽ ഘോഷ് പാർലമെന്റ് മെമ്പറായിരുന്നു, സിരഞ്ജ് ബോസ് പാർലമെന്റ് മെമ്പറായിരുന്നു, മദൻ മിത്ര മമതാ ബാനർജിയുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇവരെല്ലാം
പ്രതിയായി കിടക്കുന്ന ഒരു കേസിൽ മമതാ ബാനർജിയുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം മമതാ ബാനർജി ഈ കേസ് പുറത്തു വന്നപ്പോൾ അന്വേഷിക്കാൻ വെച്ച ആളാണ് ഈ രാജീവ് കുമാർ എന്ന ഇപ്പോൾ കൽക്കത്തയിലെ പോലീസ് കമ്മീഷണർ. അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ആളാണ്. പ്രത്യേകമായിട്ടുള്ള SIT രൂപീകരിച്ച് അതിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. CBI ആരോപിക്കുന്നത് ആ SIT രൂപീകരിച്ച തലവനായിട്ടുള്ള ആൾ പ്രതികളെ പിടിക്കുന്നതിനല്ല, തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നേതൃത്വം കൊടുത്തത്. 3-4 തവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഹാജരായില്ല. പക്ഷേ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്രയും കാലം അതിന് കാത്തു നിൽക്കാൻ BJP ഗവൺമെൻറ് തയ്യാറായത് രാഷ്ട്രീയമായി മമതയ്ക്കൊപ്പമുള്ള ആളുകളെ തങ്ങൾക്കൊപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരായുധമാക്കി ഈ കേസിൽ ഉപയോഗിക്കുകയായിരുന്നു. അതായത് അതിന്റെ ഈ മോദി സർക്കാരിന്റെയും CBIയുടെയും നടപടികളോട് വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയും ഈ ചിട്ടി കേസുകളിൽ CBI നടത്തുന്ന അന്വേഷണത്തെ പൂർണ്ണമായി തള്ളിക്കളയുക സാധ്യമല്ല എന്നല്ലേ CPM പറയുന്നത്? എന്ന് വെച്ചാൽ CBI ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അവർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനും മറ്റും വന്നത്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓഫീസിനകത്തേക്കും വീട്ടിലേക്കുമൊക്കെ വന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നല്ലേ പറയുന്നത്? അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെസ്റ്റ് ബംഗാളിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പണത്തിൻ്റെ ഒരു സ്രോതസ്സാണത്. ഇവർക്ക് 8 ചാനലുകളും 8 പത്രവും വിവിധ ഭാഷകളിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ശാരദാ ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞാൽ കേവലം കുറേ ആളുകൾ ചിട്ടി നടത്തി അതിൻ്റെ പണം ലാഭവിഹിതം കൊടുക്കുന്നു എന്നത് മാത്രമല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയകളെ അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഉപയോഗിച്ച പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായിരുന്നു ഇത്. അന്നു മുതൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നടത്തിയതാണ്. എന്നാൽ അതിന് മുഖവിലേക്കെടുക്കാതെ 4.5 വർഷക്കാലം ഈ കേസ് മമത മോദി ഭായി എന്ന നിലയിൽ കൊണ്ടുചെന്ന് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തുമ്പോഴേക്കാണ് അവിടുത്തെ പോലീസ് കമ്മീഷണറെ പിടിക്കുന്നതിന് വേണ്ടി CBIയുടെ ഒരു സംഘത്തെ വിടുന്നത്. അതുകൊണ്ട് ഈ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ പറയുമ്പോഴും കുറ്റക്കാർക്കെതിരായിട്ടുള്ള കർശന നടപടിയെടുത്ത് അവരെ തുറങ്കലിലടയ്ക്കാനുള്ള നടപടി ഈ ഗവൺമെന്റ് സ്വീകരിച്ചില്ല എന്ന വിമർശനം അതിശക്തമായി ഞങ്ങൾ പറയുകയാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജു, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷാജി എം ജോസഫ്, ഇവിടെ നമ്മുടെ രാജ്യത്ത് 2 വശങ്ങളായിട്ട് കാണേണ്ടുന്ന സംഭവമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവുകയില്ലല്ലോ. വലിയ തട്ടിപ്പ് കേസാണ്, അതിനകത്ത് അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇവിടെ മമതാ ബാനർജി എടുക്കുന്നത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന നിലക്ക് കാണാനാകുന്നത് കൂടെയല്ലേ? അവിടെ ഈ സമരത്തിലേക്കും മറ്റുമൊക്കെ പോവുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ CBI നടത്തേണ്ടുന്നൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് കമ്മീഷണറിലേക്ക് അടുത്തേക്ക് എത്തുക, എന്നാൽ അതിനെ തനിക്കനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി സമരം നടത്തുന്ന കാര്യത്തിലേക്ക് മമതാ ബാനർജി പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ കണ്ടാൽ പോരെ? ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ CBIയുടെ നടപടികൾ തെറ്റാണ് എന്ന് കാണാൻ സാധിക്കുമോ? സനീഷ്, ഇതിലെ ഒരു വാസ്തവം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആണെങ്കിലും മമതാ ബാനർജിയുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുന്ന ഈ വേളയിൽ പൂർണ്ണമായി അതിനെ രാഷ്ട്രീയപരമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പച്ച പരമാർത്ഥം അതുതന്നെയാണ്. എന്നാൽ ഒരു കാര്യമുണ്ടതിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിൽ വളരെ താഴ്ന്ന ലെവലിലുള്ള രാഷ്ട്രീയമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെസ്റ്റ് ബംഗാളിൽ അഡ്രസ്സ് ചെയ്ത ഒരു റാലി, ആ റാലിയിൽ പ്രധാനമന്ത്രി ഉപയോഗിച്ച ഭാഷയും അദ്ദേഹത്തിൻ്റെ ശൈലിയും അത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ വെസ്റ്റ് ബംഗാളിൽ BJP ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് അത് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ തങ്ങൾ പഴയതായി സൂക്ഷിച്ചു വച്ചിരുന്ന ആ അസ്ത്രം ഒന്നുകൂടെ ഉപയോഗിക്കാനാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശ്രമിച്ചത്. അങ്ങനെ ഒരു അവസരത്തിലേക്ക് കാര്യങ്ങളെ BJP ഗവൺമെൻറ് കൊണ്ടു ചെല്ലുമ്പോൾ അതിനെ തനിക്ക് അനുകൂലമായ ബംഗാളിലെ ജനങ്ങളുടെ വികാരത്തെ തനിക്ക് അനുകൂലമായി നിർത്തുന്ന ഒരു പീഡിപ്പിക്കപ്പെടുന്ന ഒരു നേതാവിൻ്റെ
വികാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനായി മമതാ ബാനർജി എന്ന് പറയുന്ന ഇന്ത്യ കണ്ടിട്ടുള്ള റാബിൾ റൗസർ ലീഡേഴ്സിൽ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജി ഇന്ന് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗവൺമെന്റിന് മുൻപിൽ, കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ നേരത്തെ ശ്രീ ബിജു പറഞ്ഞതുപോലെ ശാരദ ചിറ്റി ഫണ്ടും റോസ് വാലി ചിറ്റി ഫണ്ടും ഉൾപ്പെടുന്ന വളരെ വലിയ ഈ തട്ടിപ്പ് കേസ് 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ വന്നതാണ്. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതിയുടെ ഓർഡറിൽ ഈ കേസ് വന്നതാണ് CBIക്ക്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷം അല്ലെങ്കിൽ ഈ 5ാം വർഷം അവസാനിക്കാൻ പോകുന്നത് വരെ ഈ ഗവൺമെന്റ് ഇതിൽ ശക്തമായ നീക്കങ്ങൾ നടത്തിയില്ല എന്നതിൻ്റെ ഉത്തരം ഈ കേന്ദ്ര ഗവൺമെന്റ് പറയേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാം. മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ഭൂഷണമാണ് എന്നതും വലിയ ചോദ്യത്തിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ കാരണം തന്റെ മന്ത്രിസഭയിലെ മദൻ മിത്രയെ പോലെ ലോക്സഭ MP ആയിരുന്ന TMCയുടെ MP ആയിരുന്ന കുണാൽ ഘോഷ്, അതുപോലെ തന്നെ സുദീപ് ബന്ദോപാധ്യായ ഇന്ന് പാർലമെന്റിലെ അവരുടെ TMCയിലെ ലീഡറാണ്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ മമതാ ബാനർജി എന്ന് പറയുന്ന TMCയുടെ സുപ്രീമോ ബംഗാൾ മുഖ്യമന്ത്രി ഒരു വാക്കുപോലും പ്രതികരിച്ചില്ല. എന്തുകൊണ്ടാണ് കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനായി CBI എത്തുമ്പോൾ ഇത്രയും വലിയ ഒരു നീ ജേർക്ക് റിയാക്ഷൻ മമതാ ബാനർജിയിൽ നിന്ന് എത്തുന്നത് എന്നതിന്റെ കാരണം ഒറ്റ സെന്റൻസിൽ അതിന് ഉത്തരമുണ്ട്. ശ്രീ രാജീവ് കുമാർ എന്ന് പറയുന്ന പോലീസ് കമ്മീഷണർ ആയിരുന്നു ഈ തട്ടിപ്പ് കേസിൽ ആദ്യമായി വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത SITയെ ഹെഡ് ചെയ്തത്. അതിന്റെ തലവനായിരുന്ന അദ്ദേഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇത് CBIയിലേക്ക് എത്തിയാൽ ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് അട്ടിമറിക്കാനും ചൂഷണം ചെയ്യാനും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനും മുന്നോട്ടിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുകൊണ്ടാണ് മമതാ ബാനർജി രാജീവ് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ, നമ്മൾ ഓർക്കണം രാഷ്ട്രീയക്കാർക്കൊപ്പം അദ്ദേഹം ധർണയിലിരിക്കുകയാണ്, ഇത്രയും വലിയ നഗ്നമായ കോഡിന്റെ അവരുടെ ജോലി ഉൾപ്പെടുന്ന കോഡിന്റെ വയലേഷൻ നടത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കണമെങ്കിൽ അതിന്റെ കാരണമെന്ന് എന്താണെന്ന് അവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് കാര്യം. എന്നാൽ ഇവിടെ BJPക്കോ TMCക്കോ തങ്ങൾ ചെയ്യുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ഫെഡറലിസത്തെ സംരക്ഷിക്കാനോ എന്നൊക്കെ പറയുന്നത് അത് രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമാണ്. ഇവിടെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് മമതാ ബാനർജിക്ക് മോദിയെ എതിർക്കുന്ന ചേരിയിൽ ഒരു നേതാവായി മാറാൻ ഒരു അവസരം കൈവന്നു, അത് മമത ഉപയോഗിക്കുന്നു. വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ചിലതൊക്കെ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിക്കണമെങ്കിൽ ശാരദാ ചിറ്റി ഫണ്ടും അതുപോലുള്ള തട്ടിപ്പുകളും കേസുകളും ഉപയോഗിക്കണമെന്ന് BJPക്കും അറിയാം. അതിന്റെ ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കാര്യം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഭരണഘടന അട്ടിമറിക്കെതിരായിട്ട് ധാർമ്മികമായ സമരം നടത്തുകയാണ് മമതാ ബാനർജി എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമല്ല, അവരുടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഈ സമരം ഇങ്ങനെ നടക്കുന്നത് എന്ന കാര്യം കൂടെ നമ്മുടെ ശ്രദ്ധയിൽ വേണം എന്നാണ് അദ്ദേഹം വൃത്തിയായി കൃത്യമായിട്ട് അദ്ദേഹം ആ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പറയാനാവുക. പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഇതാ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന പ്രസ്താവനയാണ് കോൺഗ്രസിന് വേണ്ടി നടത്തിയത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് സാധ്യമാവുക? കോൺഗ്രസിന് വലിയ തട്ടിപ്പ് കേസ്, ആ തട്ടിപ്പ് കേസിൽ വൈകിട്ടായിരിക്കാം, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അന്വേഷണം അതിന്റെ വഴിക്ക് സാധാരണഗതിയിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ സംവിധാനം നടത്തുമ്പോൾ ആ അന്വേഷണ സംവിധാനത്തിനാകെ തന്നെ നാട്ടിലേക്ക് പ്രവേശനമില്ല. ഞങ്ങളുടേത് സ്വതന്ത്രമായൊരു സ്ഥലമാണ്, ഇവിടെ ഞങ്ങളുടെ നിയമമാണ്. ഞാൻ സമരം നടത്തുമ്പോൾ എനിക്കൊപ്പം ഉദ്യോഗസ്ഥരും ധർണക്കിരിക്കും എന്ന മട്ടിലേക്ക് ധാർഷ്ട്യത്തോടുകൂടി പോകുമ്പോൾ, അധാർമികമായ രാഷ്ട്രീയം നടമാടുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് ചെന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത്? ഇതിനെ നമുക്ക് രണ്ടായി കാണാം. ഇതിനത്ര ഒരു അധാർമികതയുടെ പ്രശ്നം ഉദിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും ഈ ചൂസ് ചെയ്ത സമയത്തിൻ്റെ പ്രത്യേകതയാണ്. നേരത്തെ ശ്രീ രാജി പറഞ്ഞതുപോലെ തന്നെ
പ്രമുഖരായ TMCയുടെ നേതാക്കന്മാർ ഈ പർട്ടിക്കുലർ കേസിനകപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ അന്വേഷണ പ്രക്രിയയോട് സഹകരിച്ച മമതാ ബാനർജിയും അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഈ സമയം ചൂസ് ചെയ്ത് ഈ സമയത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, ഈ കേസ് ഉത്ഭവിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് 4 വർഷവും 8 മാസവും കഴിയുമ്പോൾ ഇത്തരമൊരു നടപടികൾ എടുക്കുന്നതിൽ ഉള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ മമതയ്ക്ക് അധികാരമുണ്ട്. അവരാ രാഷ്ട്രീയം തുറന്നു കാണിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിനോട് യോജിപ്പുള്ള കോൺഗ്രസ് പ്രസിഡന്റിന് അത് യോജിക്കാനുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് ഒരിക്കലും ശാരദാ ചിറ്റ് ഫണ്ടിലോ അല്ലെങ്കിൽ ചിറ്റ് ഫണ്ട് തട്ടിപ്പുകളിലോ പ്രതികളായവരെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് തിരഞ്ഞെടുത്ത സമയവും തിരഞ്ഞെടുത്ത രീതിയും തിരഞ്ഞെടുത്ത സംവിധാനവും മാത്രമാണ് എതിർക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിനോട് നിയമപരമായി ഉൾപ്പെടുന്ന ചില ആളുകളുടെ പ്രതികരണങ്ങൾ വേറെ ഉണ്ടാകും. അതിനോട് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മമതയ്ക്കോ മമതയുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ മമതയുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കോ എതിരായി വരുമ്പോൾ അവനെ ആ തരത്തിൽ എതിർക്കാൻ മമത തയ്യാറാകുമ്പോൾ ആ എതിർപ്പിനോടല്ല കോൺഗ്രസ് യോജിക്കുന്നത്. ഇവിടെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ ഫെഡറൽ സംവിധാനത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ന്യായമായ വസ്തുതാപരമായ കാര്യങ്ങൾ അനുവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പ്രതിപക്ഷ രാഷ്ട്രീയ നിരയിൽ ശക്തമായ ഒരു സ്വാധീനമായി മമത നിൽക്കുമ്പോൾ അവരെ താറടിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ആ പ്രസ്താവന ഇറക്കിയത് തികച്ചും രാഷ്ട്രീയമായ പ്രസ്താവനയല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് ഉൾക്കൊള്ളേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. PM സുരേഷ് ബാബു, അവിടെ താങ്കളടക്കമുള്ള ആളുകൾ ആവർത്തിച്ച് പറയുന്നത് ഇതിന് തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല എന്നാണ്. ശ്രീ സുരേഷ് ബാബു, ഇതിന് തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല എന്നതാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ആയുധമായിട്ട് CBI ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുണ്ടോ ഒരു കാര്യം? അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അത് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഭാഗമായിരിക്കെ തന്നെ വലിയ തട്ടിപ്പ് നടത്തുന്നു. ആ തട്ടിപ്പിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധം പ്രയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ ആ സമയത്തെ ഉപയോഗിക്കുന്നതിൽ തെറ്റെന്താണ്? ഇതിപ്പോൾ റഫേൽ വിഷയം നിങ്ങൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട്. അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ആ രാഷ്ട്രീയ വിഷയത്തെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, സംഘടന, അതിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ സാധാരണക്കാർക്ക് മേൽ അധിക ഭാരം വെച്ച് അവരുടെ പണം തട്ടിച്ചെടുത്ത വലിയൊരു കേസിൽ ഇടപെടൽ നടത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്തിലുള്ള ഇടപെടലിലൂടെ മാത്രമേ ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആ തട്ടിപ്പിനെ കുറിച്ച് അതിൻ്റെ നേട്ടം എതിർ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഗുണപരമായിട്ട് വരികയും വേണം. ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമല്ലേ? അല്ല, അത് സനീഷ് സമ്മതിച്ചാൽ പോരാ. അത് സനീഷ് സമ്മതിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. അത് നരേന്ദ്രമോദി സമ്മതിച്ചാൽ മതി. അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ സമ്മതിക്കണം. കാരണം CBI അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള കീഴിലാണല്ലോ. ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, നേരെ മറിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗപ്പെടുത്തി അവരെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താനാണ് ഈ സമയം തെരഞ്ഞെടുത്തത് എന്ന് നരേന്ദ്രമോദി സമ്മതിച്ചാൽ ഞങ്ങൾക്കതൊരു ആക്ഷേപം പറയാനില്ല. അതല്ലാതെ ഇത് രാജ്യത്ത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്, ഇത് ന്യായം നടപ്പാക്കാൻ വേണ്ടിയാണ്, നിയമപരമായ വാഴ്ചയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ പൊള്ളത്തരം ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PK ബിജു, ഇവിടെ അപ്പോഴും ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകൾ ലോക്സഭയിൽ പറഞ്ഞു ഇത് ഒരു വർഷമായിട്ട് 1-2 തവണ നോട്ടീസ് അയച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതാണ് CBI. കോടതിയിൽ നിന്നുള്ള ഉത്തരവും കൈവശമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങൾ ഒരു വർഷം മുന്നേ തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം CBI വളരെ സാധാരണമായിട്ടും സ്വാഭാവികമായിട്ടും ചെയ്തതാണ്. അതിനെ ഭരണഘടന അട്ടിമറിയൊക്കെയാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ശരിയാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയമായ നേട്ടമെടുക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ അതിൽ അവർ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സംസ്ഥാനത്തെ അധികാരികൾക്ക് ഈ അന്വേഷണ സംവിധാനങ്ങളെ തടയാനും അവരെ സംസ്ഥാനത്തെ പോലീസിനെ കൊണ്ട് പിടികൂടാനും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ
അതായത് CBI തേടി വന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ, കമ്മീഷണറെ തനിക്കൊപ്പം ഇരുത്തി ധർണ നടത്താനാണ് മുഖ്യമന്ത്രി തയ്യാറാവുകയും ചെയ്യുന്നത്. അതല്ലേ കൂടുതലായിട്ട് എതിർക്കപ്പെടേണ്ടത്? മറ്റതിനേക്കാൾ വലിയ ഭരണഘടനാ അട്ടിമറി, രാഷ്ട്രീയ സദാചാരമില്ലായ്മ മമതാ ബാനർജിയല്ലേ ചെയ്യുന്നത്? സനീഷ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയാണ്. ഒന്ന്, അവരുടെ ലോക്സഭാ ലീഡറെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കാതിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ ശ്രീ മമതാ ബാനർജി എന്താണ് ഒരു പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ ശക്തമായി പ്രതികരിക്കുകയും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുകയും സത്യാഗ്രഹിക്കുകയും ചെയ്തത്? ഇതാണ് അസാധാരണമായിട്ടുള്ള സംഭവം. അതിൽ പ്രധാനപ്പെട്ട കാരണം തൃണമൂൽ കോൺഗ്രസിനും വലിയ പങ്ക് ഈ തട്ടിപ്പിനകത്തുണ്ട്. 17 കോടി ആളുകളെയാണ് നമ്മുടെ രാജ്യത്ത് പറ്റിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസ് അന്ന് മുതൽ പ്രതികരിക്കാതിരുന്നത് ചില കോൺഗ്രസ്സുകാരും ഇതിനകത്ത് ബന്ധമുണ്ട്. ആസാമിലെ 2001 മുതൽ 2015 വരെ അവിടെ MLA ആയിരുന്ന ശ്രീ ഹിമാന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം 2015 ശേഷം BJP ചേർന്നപ്പോൾ BJPയുടെ MLA ആണ്, പക്ഷെ കോൺഗ്രസിന്റെ MLA ആയിരുന്നു. അപ്പോൾ ഇത്തരം ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കോൺഗ്രസ് ഇതിനെ ശക്തമായി ഈ വിഷയം എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറായില്ല. ഇടതുപക്ഷം വെസ്റ്റ് ബംഗാൾ പരാജയപ്പെടട്ടെ എന്ന സമീപനം അവർ അക്കാര്യത്തിൽ സ്വീകരിച്ചു. പക്ഷേ അന്നു മുതൽ ഞങ്ങൾ അതിശക്തമായി പ്രശ്നം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. 4 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദമായി നിന്നതിന് ശേഷം ഇപ്പം ഒരു നടപടിയെടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 17 കോടി വരുന്ന ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിച്ചവരെ രക്ഷപ്പെടുത്താനോ സംരക്ഷിക്കാനോ ഒരു മുഖ്യമന്ത്രി പരിശ്രമിക്കുന്നത് രാജ്യത്തെ ഭരണഘടനാപരമായി ജനാധിപത്യപരമായി ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അതുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുകയും അവരെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുന്നതിന് വേണ്ടി നിയമ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ശ്രീ PK ബിജു, അവിടെ ചില ഘട്ടങ്ങളിൽ, രാഷ്ട്രീയമായിട്ടുള്ള ചില ഘട്ടങ്ങളിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുക, രണ്ട് ഭാഗത്തും ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുക്കേണ്ടുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയില്ലേ? ഇവിടെ അതല്ലേ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങൾ ഈ ഭരണഘടനാ വിരുദ്ധതയെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ശരിയല്ലാത്ത കാര്യങ്ങളെ എതിർക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ സ്റ്റാൻഡ് CPM അടക്കമുള്ള ആളുകൾ എടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ടെന്നാൽ ഇത് അത്തരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടുന്ന ഒരു ഘട്ടമായി തിരിച്ചറിയേണ്ടതല്ലേ? ഇതിപ്പോൾ ഇവർ വേണ്ട രേഖകളില്ലാതെ വരുന്നു, നേരെ ആളുകളെ കൊണ്ടുവന്ന് ആളുകളെ ഇറക്കിയിട്ടൊരു ഷോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയും മറ്റുമൊക്കെ നീക്കി നടത്തുന്നു. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് കമ്മീഷണർ അതിനകത്തൊരു സാക്ഷി മാത്രമാണ്, പ്രതി പോലുമല്ല എന്ന വസ്തുത അവിടെയുണ്ട്. അദ്ദേഹവും ബംഗാളിലെ സംസ്ഥാന പോലീസും അന്വേഷണത്തോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് നേരത്തെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടത്രേ. അതൊക്കെ ഉള്ളപ്പോൾ തന്നെയും ഈ കാര്യങ്ങളുമായിട്ട് വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് ഈ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുക എന്നത് CPMന്റെ കൂടെ ആക്ഷേപമാണല്ലോ. സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവൊന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണ്, മമതാ ബാനർജി സർക്കാരിനൊപ്പമാണ്, ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരാണ്, CBIയുടെ ഈ ആക്ടിനെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കേണ്ടുന്നൊരു സാഹചര്യമായി എന്ന് CPM പറയാത്തത് എന്താണ്? സനീഷ്, ബംഗാളിലെ ഗവൺമെന്റിന്റെ ജനാധിപത്യ സമീപനം നമുക്കറിയാമല്ലോ. അവിടെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും പഞ്ചായത്തിൽ കഴിഞ്ഞില്ല എന്നത് സുപ്രീം കോടതി വരെ പരിഗണിച്ച വിഷയമല്ലേ? പല സ്ഥലത്തും ഏകപക്ഷീയമായി ബംഗാളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതി സുപ്രീം കോടതി തന്നെ കുറേ സ്ഥലത്ത് റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥിതിവിശേഷം വന്നില്ലേ? അപ്പം ജനാധിപത്യത്തെക്കുറിച്ച് മമതയ്ക്ക് പറയാൻ എന്താണ് അവകാശമുള്ളത്? ഇപ്പം മമതയെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ വലിയ റാലിയിൽ അവരെല്ലാ സമീപനം നോക്കി ആളുകൾ അവിടെ വരാതിരിക്കാൻ വാഹനങ്ങൾ ബുക്ക് ചെയ്തതെല്ലാം റദ്ദാക്കുന്ന സമീപനം സ്വീകരിച്ചു. ഗതാഗതക്കുരുക്കുണ്ടാക്കി ആളുകളെ വരുത്താതിരിക്കാൻ നോക്കി. പക്ഷേ തൃണമൂൽ അവിടെ സംഘടിപ്പിച്ചതിനേക്കാൾ ഇരട്ടി ജനങ്ങൾ ചെങ്കൊടിയുമേന്തി ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് വന്നില്ലേ? ഇതൊരു രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടാവുകയാണ്. അതിനെ മറികടക്കണമെങ്കിൽ ബംഗാൾ എന്ന സെന്റിമെന്റ്സ് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ശ്രീ മമതാ ബാനർജി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി CBIയെ അനുവദിക്കാതെ ഒരു രാഷ്ട്രീയ നാടകം അവിടെ കളിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി CBIയെ അവസാനം ഉപയോഗിച്ചതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരാം താങ്കളെ. പ്രധാനമാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മമതയുടെ ഇപ്പോഴത്തെ ഈ സമരവും.
ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷാജി എം ജോസഫ്, ഇവിടെ CPM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലക്ക് കൂടെ മമതാ ബാനർജിയുടെ ഈ നീക്കങ്ങളെ കണ്ടാൽ അത് എത്രത്തോളം ശരിയായിരിക്കും? CPM-ന് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു സംഭ്രമമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടോ? ഏത് നിലപാടാണ് പിടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? CPM വലിയ തരത്തിൽ ആളെ കൂട്ടിയിട്ടുള്ള പരിപാടി പ്രകടനം നടത്തിയതിനു ശേഷം തൊട്ട് പിന്നാലെ പിറ്റേ ദിവസമാണ്, അന്ന് രാത്രി ഉണ്ടായി, പിറ്റേ ദിവസത്തെ മാധ്യമങ്ങളിൽ മമതാ ബാനർജിയുടെ ആക്ഷനും CBIയുടെ വരവും പോക്കുമൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. ഇവിടെ CPM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലക്ക് കൂടെ ആകുമോ മമതാ ബാനർജി കാര്യങ്ങളെ വിന്യസിച്ചിട്ടുണ്ടാവുക? ഒരു സംശയവും വേണ്ട സനീഷ്, CPIM-ഉം കോൺഗ്രസും വെസ്റ്റ് ബംഗാളിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിൽ ടോട്ടലി രാഷ്ട്രീയപരമായി കൺഫ്യൂസ്ഡാണ്. അതിൻ്റെ കാരണം വളരെ കഷ്ടപ്പെട്ട് തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചാണ് CPIM കഴിഞ്ഞ ദിവസം ബ്രിഗേഡ് ഗ്രൗണ്ടിൽ വളരെ നാൾ കൂടി ഇത്രയും വലിയൊരു റാലി ഉണ്ടാക്കാൻ CPIM-ന് സാധിച്ചത്. അതിൻ്റെ തൊട്ട് പിന്നാലെ മമതാ ബാനർജിയുടെ മുന്നിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇട്ടുകൊടുത്ത ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് CPIM കാഴ്ചവെച്ച, വളരെ നാൾ കൂടി കാഴ്ചവെച്ച ബ്രിഗേഡ് ഗ്രൗണ്ടിലെ അവരുടെ റാലിയെ തന്നെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, 2013 ശാരദാ ചിറ്റ് ഫണ്ടും റോസ് വാലി ചിറ്റ് ഫണ്ടും ഉയർന്നു വന്നപ്പോൾ ഈ പ്രശ്നവുമായി സുപ്രീം കോടതിയിലേക്ക് പോയത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയ്ക്കുന്ന ആളുകളാണ്. അവരുടെ ഹർജിയിലാണ് സുപ്രീം കോടതി CBI എൻക്വയറി ഇതിൽ ഓർഡർ ചെയ്യുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, 2014 മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ബംഗാളിൽ ഏതാണ്ട് 20 ലക്ഷം പേർക്ക് അവരുടെ പണം ചിട്ടി ഫണ്ട് തട്ടിപ്പിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, പാവപ്പെട്ടവർക്ക് എന്ന്. അങ്ങനെ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്നെടുക്കുന്ന ആ പൊസിഷനിങ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, പൈസ നഷ്ടപ്പെട്ട ജനങ്ങളോടുള്ള ആ കൂറ് രാഷ്ട്രീയ നിർബന്ധം കാരണം, കമ്പൽഷൻ കാരണം മാറ്റിവെക്കേണ്ടിയിരിക്കുകയാണ്. നമ്മൾ അറിയണം, മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രത്യേകത എന്താണ്? ഭരണഘടനയെ സംരക്ഷിക്കൂ, ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കൂ എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ആർമി കൽക്കട്ടയിൽ ഒരു ട്രാഫിക് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ ഇന്ത്യൻ ആർമിയെ തള്ളിപ്പറഞ്ഞതാണ് മമതാ ബാനർജി. ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ അവിടെ റോ അന്വേഷിക്കാൻ ചെന്നപ്പോൾ റോയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ ആളാണ് മമതാ ബാനർജി. സൗത്ത് കൽക്കട്ടയിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡിന് സമയത്ത് CRPF-നെ സെക്യൂരിറ്റിക്കായി വിന്യസിച്ചപ്പോൾ CRPF-നെ തള്ളിപ്പറഞ്ഞതാണ് മമതാ ബാനർജി. എന്തിനിങ്ങോട്ട് നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷനുമായി മമതാ ബാനർജിയുടെ ഏറ്റുമുട്ടലുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്കറിയാം. CAG-യുമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നമുക്കറിയാം. അപ്പോൾ മമതാ ബാനർജി എന്ന് പറയുന്ന ലീഡർ ഇന്ത്യയിലെ റാബിൾ റൗസർ ലീഡേഴ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മമതാ ബാനർജിയെ പോലുള്ള ഒരു നേതാവ് ഇന്ന് നടത്തുന്ന ഈ ധർണ എന്ന് പറയുന്നത് അത് ഭരണഘടനാ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്താനാണെന്നോ ശ്രീ നരേന്ദ്രമോദി ഭരണഘടനയെ ഡൈല്യൂട്ട് ചെയ്യുന്നോ എന്നൊക്കെ പറയുമ്പോഴും മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലും ഇന്ത്യയിലെ ആന്റി BJP എതിർക്കുന്ന ചേരികളിൽ തന്റെ നേതൃത്വം അംഗീകരിപ്പിക്കുവാൻ തനിക്ക് ലഭിക്കുന്ന, മോദിയുമായി ഏറ്റുമുട്ടി വലിയ നേതാവായി മാറുവാൻ തനിക്ക് ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഓർക്കണം, ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ശ്രമിക്കുന്നത്? രാജീവ് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ. ആരാണ് രാജീവ് കുമാർ? 2016 നിയമസഭാ ഇലക്ഷൻ കമ്മീഷൻ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് വളരെ മോശമാണ്. അപ്പോൾ രാജീവ് കുമാറിനെ രക്ഷിക്കാനാണ് ഞാൻ ഇതിന് ഇറങ്ങുന്നതെന്ന് മമതാ ബാനർജിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വലിയൊരു മുദ്രാവാക്യം കൊടുത്തിരിക്കുകയാണ്, ഭരണഘടനയെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നതെന്ന്. അതാണ് കാര്യം. അങ്ങനെയുണ്ട്. തിരിച്ചു വരാം താങ്കളിലേക്ക്, ശ്രീ ഷാജി എം ജോസഫ്, മറ്റതിഥികളിലേക്കും, ശ്രീ PK ബിജു, ശ്രീ സുരേഷ് ബാബു, ഞാൻ പറയാൻ രണ്ടുപേരിലേക്കും. അതേസമയം നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ കടന്ന
കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള വലിയ തോതിലുള്ള അതിരുവിട്ട കളിയാണ് അവർ നടന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് മറ്റ് ജനാധിപത്യ കക്ഷികൾക്ക് എന്ത് ചെയ്യണമെന്ന് ആശങ്കയുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ തിരിച്ചു വരാം, ചെറിയ ഇടവേളയാണ്. 3 അതിഥികളിലേക്ക് വരാം. ഇടവേളയിലേക്ക് നോക്കൂ, ശ്രീ സുരേഷ് ബാബു, ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തന്നെ എതിർത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് കേസിൽ അന്വേഷണവുമായിട്ട് അന്വേഷണ ഏജൻസികൾ വന്നപ്പോൾ അതിനെ തടയുന്ന മമതാ ബാനർജി സർക്കാരിനെ അനുകൂലിക്കുകയാണ് കോൺഗ്രസ്. വൈരുദ്ധ്യമാണത്. ഈ വൈരുദ്ധ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ പ്രതിഫലിക്കുകയില്ലേ? ഈ വൈരുദ്ധ്യത്തെ ആയിരിക്കില്ലേ BJPയും മറ്റുമൊക്കെ തെരഞ്ഞെടുപ്പ് വേദികളിൽ വലിയ പ്രചാരണ വിഷയമാക്കുക? നിങ്ങൾ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ തടയാൻ നിന്നയാൾക്കൊപ്പം നിൽക്കുന്നു എന്നത് ദോഷമല്ലേ ഉണ്ടാക്കുക? അല്ല, ഇത് സനീഷ് പിന്നെ പറയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് എനിക്കതിനകത്തൊരു കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒന്ന്, ഈ കാര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും കോൺഗ്രസ് ഇടപെടുന്നില്ല. കോൺഗ്രസ് ഇടപെടുന്നതോ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രതികളെ രക്ഷിക്കുന്നതിനാവശ്യമായ ഒരു കാര്യത്തിലും ഞങ്ങളുടെ ഇടപാടില്ല. ഇത് പൂർണ്ണമായും ഞാൻ പറയാം, 2-3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പാർലമെന്റ് മെമ്പർമാർ, MLA-മാർ, കേന്ദ്രത്തിലെ മന്ത്രിമാരായിരുന്നവർ, കേരളത്തിൽ മന്ത്രിമാരായിരുന്നവർ, ഇവരൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യമുള്ളവരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ട അവസരത്തിൽ ഒന്നും കോൺഗ്രസ് ഇടപെട്ടിട്ടില്ല. ഞാൻ അങ്ങേയറ്റം പറഞ്ഞാൽ മമതാ ബാനർജിയും ഇടപെട്ടിട്ടുണ്ടാവുകയില്ല ഔദ്യോഗികമായി. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാക്ഷിയായി ഈ പർട്ടിക്കുലർ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് ചുമതല ഏൽപ്പിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT-യുടെ തലവൻ ഏറി വന്നാൽ ഒരു സാക്ഷിയാകുമെന്നതിൽ കവിഞ്ഞ് മറ്റ് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരാളെ യാതൊരു നീതീകരണവുമില്ലാതെ നിയമസംഹിതയുടെ പിന്തുണയില്ലാതെ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെയാണ് അല്ലെങ്കിൽ നടത്തിയ ഈ അന്വേഷണത്തിലാണ് കോൺഗ്രസും ഇന്ത്യ രാജ്യത്തെ മറ്റിതര പ്രതിപക്ഷ കക്ഷികളും ഇടപെടുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തത്. CPIM-ന് ഈ കാര്യത്തിൽ മമതയോടുള്ള റിസർവേഷൻസിനെ ഞാൻ അംഗീകരിക്കുന്നു. സ്വാഭാവികമായും 36 കൊല്ലക്കാലം ഭരണം നടത്തിയ ഒരു പാർട്ടിയെ അൺസീറ്റ് ചെയ്ത് അധികാരത്തിലേക്ക് വന്ന അവരോട് ആ പാർട്ടിക്കുണ്ടാകുന്ന റിസർവേഷൻസ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ശ്രീ ബിജു എന്ത് പറഞ്ഞാലും ആ പറയുന്നത് അവരുടെ പ്രകടമായ വേദനയിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളാണ് എന്ന് അംഗീകരിക്കാനുള്ള മനസ്സെനിക്കുണ്ട്. ഇവിടെ ഈ സമയം തെരഞ്ഞെടുത്തു, ഈ സുരേഷ് ബാബു, അവിടെ ഈ വേദന ശരിയാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. CPM ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് അവർക്ക് ഈ പറയുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരും അവർക്ക് എതിരാളികളാണ്, മമതാ ബാനർജിയും അവർക്ക് എതിരാളികളാണ്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രശ്നം, വേദന ഒക്കെ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെയും അവർക്ക് ഒരു കാര്യം പോസിറ്റീവായിട്ട് നേരത്തെ ശ്രീ PK ബിജു പറഞ്ഞു. ഈ കേസിനകത്ത് മമതാ ബാനർജിയുടെ പാർട്ടിക്കാർ, TMC-കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ചില കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ട ആളുകൾ പിന്നീട് BJP-കാരായി മാറി, TMC-കകത്തുള്ള ആളുകൾ പിന്നീട് BJP-കാരായി മാറി. അപ്പോൾ BJP-കാരും കോൺഗ്രസ്സുകാരും TMC-കാരും ഒക്കെയുള്ള ആ സംഗതിക്കകത്ത് CPM-കാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ കളമെല്ലാം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ഈ അഴിമതിക്കാർ ഇങ്ങനെ അഴിമതി നടത്തുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, ചിട്ടി തട്ടിപ്പ് നടത്തി സാധാരണക്കാരൻ്റെ പണം കൊള്ളയടിച്ചെടുക്കുന്നു. അവിടെ പക്ഷേ എല്ലാവരും ഒരു അന്വേഷണം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ എതിർക്കുകയും ചെയ്യുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമല്ലേ ബംഗാളിലെ ജനത മനസ്സിലാക്കുക? അവിടെ CPM-ന് ഒരു എഡ്ജ് ഉണ്ടാകുമെന്ന കാര്യം താങ്കൾ കാണുന്നുണ്ടോ? അല്ലാതെ സെക്കൻഡ് പാർട്ട് മാത്രമേ ഇപ്പോൾ റെലവന്റ് ആയിട്ടുള്ളൂ സനീഷ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ അത് കഴിഞ്ഞ് 2014 തെരഞ്ഞെടുപ്പ് നടന്നു, 2016 തെരഞ്ഞെടുപ്പ് നടന്നു. അതുകൊണ്ട് അപ്പോഴൊക്കെ അക്കാര്യത്തിൽ വിധിയെഴുത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് പാർട്ട് 2019 തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ സംഭവം നടന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നേരത്തെ ജനവിധിക്ക് വിധേയമായിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്തൊരു അത്ഭുതമുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഇതൊരു പ്രക്ഷോഭമാക്കി മാറ്റിയ മമതാ ബാനർജി ആ പ്രക്ഷോഭത്തിന്റെ പ്രതിഫലനം എങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ഉൾക്കൊള്ളുക എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാനാവില്ല. അവിടുത്തെ ആളുകളുമായിട്ടൊന്നും ബന്ധപ്പെടാൻ എനിക്ക് അവസരമില്ല. എനിക്ക് അത്തരമൊരു സ്നേഹബന്ധവും അവിടുത്തുകാരോടില്ല.
അത് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലൊരു മറിച്ചോ അനുകൂലമായോ വിധി ഉണ്ടായേക്കാം. അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്ന് ഒരു വ്യാഖ്യാനം ആരെങ്കിലും നടത്തിയാൽ അതിന്റെ കൂടെ ജനങ്ങൾ നിൽക്കുമോ? നേരെ മറിച്ച് അഴിമതിക്കാരെ രക്ഷിക്കാനല്ല, അഴിമതിക്കാരെ രക്ഷിക്കണമായിരുന്നുവെങ്കിൽ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് പ്രതി ചേർക്കപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരെ പ്രതി ചേർക്കുമ്പോൾ ഞങ്ങൾ ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുമായിരുന്നു എന്ന് മമതയ്ക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ TMCക്ക് പറയാൻ കഴിയും. അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ട് ഈ 4 മാസം ബാക്കിയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം കളിക്കുന്നതിനെയാണ് എതിർത്തത് എന്ന് മമത പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? CPM ഇത് അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമായി വരികയും ചെയ്യും. ഞാൻ തിരിച്ചു വരാം താങ്കളെ. ശ്രീ PK ബിജു, ഇവിടെ പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ മമതാ ബാനർജി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അവിടെ 2 പ്രധാനപ്പെട്ട ശത്രുക്കൾക്കെതിരെ ഒരൊറ്റ വിഷയം വെച്ച് വലിയ ബ്ലോക്ക് തീർത്തിരിക്കുകയാണ് മമതാ ബാനർജി എന്ന് പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറയുന്നുണ്ട്. CPMനെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ അവർ വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമെടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് BJP വിരുദ്ധതയുടെ രാഷ്ട്രീയത്തിൻ്റെതാണ്. അവിടെ CPMനടക്കം സമാഹരിക്കേണ്ടുന്ന വോട്ടുകളെ ഈ തെരഞ്ഞെടുപ്പിൽ CPM വലിയ പ്രതീക്ഷ വെക്കുകയല്ല എങ്കിൽ തന്നെയും സമാഹരിക്കേണ്ട വോട്ടുകളെ ഒന്നുകൂടെ അടുപ്പിച്ചെടുത്ത് മമതാ ബാനർജി ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത ഇതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദോഷമല്ലേ വരിക? സനീഷേ, ശ്രീ സുരേഷ് ബാബുവിടെ പറയുന്നത് കേട്ടു. CPMന് അത് വിഷമം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിഷമമുണ്ട് സനീഷ്. 45,000 കോടി രൂപ നമ്മുടെ രാജ്യത്തെ 17 കോടി വരുന്ന പാവപ്പെട്ട മനുഷ്യർ ഉൾപ്പെടെയുള്ളവരുടെ പണം കൊള്ളയടിച്ച കേസാണ്. കോൺഗ്രസ് അഴിമതിയുടെ കാര്യത്തിൽ പ്രയാസമുണ്ടാവില്ല. കാരണം അഴിമതി നടത്തി അധികാരത്തിൽ പോയവരാണ് കോൺഗ്രസ്. BJP രാജ്യത്ത് വരാനിടയാക്കിയത് കോൺഗ്രസിൻ്റെ വലിയ അഴിമതിയാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഞങ്ങൾ തുടക്കം മുതൽ ഈ അഴിമതി കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആ നിലപാട് ഞങ്ങൾ ഏതെങ്കിലും വോട്ട് നഷ്ടപ്പെടുമെന്നോ എന്ന് കരുതി മാറ്റിവെക്കുന്ന സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ഇത്രയും 45,000 കോടി രൂപ സാധാരണ ജനങ്ങളുടെ പണം അവർ ഇതിൽ നിക്ഷേപിച്ചതാണ്. അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വം രാജ്യത്തെ പരമോന്നതമായിട്ടുള്ള അന്വേഷണ ഏജൻസി നടത്തി സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ആ കാര്യങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മമതാ ബാനർജി ഇപ്പം അവരുടെ നിലനിൽപ്പ് പ്രയാസമാകുമെന്ന് കണ്ടുകൊണ്ടാണ് ഒരു കമ്മീഷണർ വീട്ടിൽ പോലും പോകാൻ തയ്യാറായത്. അപ്പം അതിനകത്ത് ശ്രീ സുരേഷ് ബാബു പറയുന്ന കമ്മീഷണർ ഒരു സാക്ഷി മാത്രമാണ്. സുരേഷ് ബാബു അതിൽ മനസ്സിലാക്കാത്തത്, ബഹുമാനായ സുരേഷ് ബാബു, അതിനകത്ത് മുൻ DGP ശ്രീ രജത് മുജുംദാർ ഉൾപ്പെടെ പ്രതിയാണ്. അപ്പോൾ പോലീസ് സേനയെ ഇതിനകത്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ ഉണ്ട് എന്നത് SITയുടെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ ഇവർ നശിപ്പിച്ചു രാഷ്ട്രീയ ദല്ലാളന്മാർക്ക് വേണ്ടി എന്നതാണ് ഇതിനെ സംബന്ധിച്ച് വരുന്ന ആക്ഷേപം. അതുകൊണ്ട് വളരെ പ്രധാനമാണ് ഈ അന്വേഷണവും ഇതിൻ്റെ നടപടിയുമെല്ലാം. അതുകൊണ്ട് ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. തൃണമൂൽ കോൺഗ്രസ് ഇതിൽ ഏത് സമീപനം സ്വീകരിച്ചാലും ബഹുഭൂരിപക്ഷം വരുന്ന പണം നഷ്ടപ്പെട്ട ജനങ്ങൾ ബംഗാളിലുണ്ട്. അതുകൊണ്ടാണ് ഈ അഴിമതി ഭരണത്തിനെതിരായി ഇപ്പം തൃണമൂലിൽ തന്നെ ആളുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഗൾ റോയ് ഇതിലെ പ്രതിയായിരുന്നു. അദ്ദേഹം BJPയിൽ ചേർന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുന്ന സ്ഥിതിയാണ്. ഇപ്പം ഇന്ന് 2 തൃണമൂൽ MPമാർ ശ്രീ സൗമിത്ര ഖാനും അതുപോലെ അനുപം ഹസ്രയും ഇപ്പം BJP ചേർന്നിരിക്കുകയാണ്. അപ്പം BJP ഇതിനെ അവരുടെ കൂടെ ആണക്കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേസാക്കി മാത്രമാണ് കാണുന്നത്. അല്ലാതെ ഒരു സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുക എന്ന സ്ഥിതി BJP കൊണ്ടുവന്ന് തോന്നുന്നില്ല. കാരണം ഗുജറാത്തിലെ ശ്രീ നീരവ് മോദി, ആ ഗുജറാത്ത് ഗവൺമെന്റ് തന്നെ സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ടുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലാവോസിലെ ലോക സാമ്പത്തിക സമ്മേളനത്തിൽ അദ്ദേഹം പോവുകയും അതിനുശേഷം ആ കേസ് പുറത്തു വരികയും വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ട് എനിക്ക് ഇന്ത്യയുടെ പാസ്പോർട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പുകാർ രക്ഷപ്പെടുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് മോദിയുടെ ഈ സമീപനം. അതേ രാഷ്ട്രീയ ലക്ഷ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ഈ നാടകം എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമാവുകയാണ്. അതാണ് അങ്ങനെ കാണാവുന്ന സാഹചര്യങ്ങളുണ്ട്. ശ്രീ ഷാജി എം ജോസഫ്, ഇവിടെ CBIയെ ദുരുപയോഗിക്കുന്നു. ശ്രീ PM സുരേഷ് ബാബുവും ശ്രീ PK ബിജുവും പറഞ്ഞതുപോലെ ഈ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ
ഈ BJP സർക്കാരിന് പുത്തിരിയായ കാര്യമല്ല. നരേന്ദ്രമോദി സർക്കാരിന് അതൊന്നും വലിയ പ്രശ്നമേ അല്ല. അത് പ്രശ്നമല്ലാത്തത് കൊണ്ടും അതേക്കാൾ പ്രധാനമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ടുമായിരിക്കുമല്ലോ അങ്ങോട്ട് ഇങ്ങനെ വഴിവിട്ട രീതിയിലാണെങ്കിലും ഒരു സംഘത്തെ അയച്ചു നോക്കിയത്. പക്ഷേ മമതയുടെ പെട്ടെന്നുള്ള നിലപാടിൽ അവരതിനോട് തിരിച്ചടിച്ച രീതിയിൽ BJP നരേന്ദ്രമോദി സർക്കാർ ഒരല്പം പേടിച്ചിട്ടുണ്ടാകുമോ എന്ന് വെച്ചാൽ ഒരല്പം അവർക്കൊരു തിരിച്ചടിയായ പോലെ അനുഭവപ്പെട്ടിട്ടുണ്ടാകുമോ? നാളേക്ക് കോടതി അത് പരിഗണിക്കുകയാണ്. നാളെ കോടതി പരിഗണിക്കുകയാണെങ്കിൽ എങ്ങനെ നിന്നാലും മമതാ ബാനർജിക്ക് പ്രശ്നമൊന്നുമില്ല. കോടതി അവർക്കെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ സമരം തുടരാം, CBI അന്വേഷണങ്ങൾ നടക്കട്ടെ എന്ന നിലപാട് അവർക്ക് സ്വീകരിക്കാം. പക്ഷേ ഇവിടെ അവരെ അങ്ങോട്ട് BJPക്ക് വോട്ട് വലിയ തോതിൽ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് വരേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ സമീപനം മമത വിജയപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞോ? സനീഷെ, ഒരു കാര്യം സത്യമാണ്. ശ്രീ നരേന്ദ്രമോദി വെസ്റ്റ് ബംഗാളിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ റാലിയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം മമതാ ബാനർജിയെ രാഷ്ട്രീയപരമായി കോർണർ ചെയ്യാമെന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു എന്നത് മമതാ ബാനർജി CBIയുടെ കടന്നുവരവിനോ എതിർത്ത രീതി, അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും BJPയും പകച്ചുപോയി എന്നതിൽ യാതൊരു സംശയവുമില്ല. മമതാ ബാനർജിയുടെ ആ തിരിച്ചടിക്കുന്ന ശൈലി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്നു നിൽക്കുന്ന സമയത്ത് തനിക്ക് കിട്ടിയ അവസരത്തെ പൂർണ്ണമായും ഉപയോഗിക്കുന്നതിന്, രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിന് അവർ സ്വീകരിച്ച രീതി, അത് അവരുടെ തനതായ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് പോലും ഫെഡറലിസത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്ന മുദ്രാവാക്യം അടിസ്ഥാനമില്ലാത്ത മുദ്രാവാക്യമാണെങ്കിൽ പോലും അതിനോടൊപ്പം നിൽക്കേണ്ടി വന്നത്. ഒരു കാര്യം ശ്രീ സുരേഷ് ബാബുവിനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായി വെസ്റ്റ് ബംഗാളിലുള്ള അധീർ രഞ്ജൻ ചൗധരി ഇന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഈ വിഷയത്തിലെ പ്രശ്നത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡിനെ എതിർത്താണ് സംസാരിച്ചിരിക്കുന്നത്. മമതാ ബാനർജി എന്ന് പറയുന്ന ആ റാബിൾ റൌസർ നേതാവിന്റെ രാഷ്ട്രീയ പൊടിക്കൈകൾക്ക് മുൻപിൽ കോൺഗ്രസ് ഒരു കാരണവശാലും ഈ തട്ടിപ്പിനൊപ്പമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു പൊസിഷനിങ് എടുക്കാൻ പാടില്ല എന്ന് ചൗധരി അസന്നിഗ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ഇതിനുമപ്പുറം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. BJP ഉപയോഗിക്കുന്ന ഈ ലൈൻ കാപട്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ലൈനാണ്. നമുക്കറിയാം, കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ ഗവൺമെന്റും വളരെ വലിയ ആരോപണങ്ങൾ CBIയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നേരിട്ടിരുന്നു. എന്നാൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെ ഇതുപോലെ ഉപയോഗിക്കുന്ന, ഇത്രയും നഗ്നമായി ഉപയോഗിക്കുന്ന ഒരു രംഗമുണ്ടായിട്ടില്ല. വ്യാപം കേസ് മധ്യപ്രദേശിലുണ്ടായപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായി എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്? ഇനി ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊക്കെ മറന്നുപോയിരിക്കാം. ബീഹാറിൽ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചേർന്നുള്ള ഗവൺമെന്റ് ഭരണത്തിലിരിക്കുമ്പോൾ അവിടെ ഒരു സിർജൻ തട്ടിപ്പ് കേസുണ്ടായി. ഭാഗൽപൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ വെൽഫെയർ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാമിലേക്ക് വരുന്ന പണം തട്ടിമാറ്റുന്ന ഒരു തട്ടിപ്പ്, വലിയ കോടിക്കണക്ക്, ആയിരക്കണക്കിന് കോടികളുടെ ഒരു വലിയ തട്ടിപ്പ് പിടികൂടി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? CBIക്ക് ആ കേസ് കൊടുത്തു. നിതീഷ് കുമാർ BJPയുടെ കളത്തിലേക്ക് കാലുമാറി ചവിട്ടിയ ശേഷം ആ കേസിൽ എന്ത് അന്വേഷണമാണ് CBI നടത്തിയിരിക്കുന്നത്? അതുകൊണ്ട് CBIയുടെ നഗ്നമായ ദുരുപയോഗം ഈ ഗവൺമെന്റ് നടത്തുന്നു എന്ന് മമതാ ബാനർജി പറഞ്ഞാലും അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതാണ് കാര്യം. ഒരു വാറന്റും ഇല്ലാതെ ഒരാളെ ചോദ്യം ചെയ്യാൻ 160 ചോദ്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും സംഭവിച്ചിരിക്കുന്നത് BJP ഗവൺമെന്റ് രാഷ്ട്രീയപരമായി പകച്ചു നിൽക്കുകയാണ്. അതാണ്, അങ്ങനെ ഒരു പകച്ചു നിൽക്കൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ശ്രീ PK ബിജു, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഈ പകച്ചു നിൽക്കൽ ഉണ്ട് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശരിയല്ലാത്ത കാര്യങ്ങളിലൂടെയാണ് രണ്ടുപേരും കളിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഗുണം അവിടെ ഉണ്ടാകാൻ പോകുന്നത് മമതാ ബാനർജിക്കാണ്. CPMന് ചെറിയ പ്രതീക്ഷ, നിറയെ ആളുകളെയൊക്കെ കൂട്ടി കൊണ്ടുവന്ന് ഒരു പ്രകടനമൊക്കെ നടത്തിയ ഇടത്ത് CPMന്റെ പ്രതീക്ഷ പൂർണ്ണമായി മങ്ങിയെന്ന് വിലയിരുത്താവുന്ന സാഹചര്യം സംജാതമായിട്ടില്ലേ? അല്ല, പ്രതീക്ഷ മാത്രമല്ല സനീഷേ, 2 ടേമായി മമതാ ബാനർജിയോടെ ഭരിക്കുകയാണ്. ജനങ്ങൾ മമതാ ബാനർജിയിൽ
എങ്ങനെയാണോ വിശ്വാസം അർപ്പിച്ചത് ആ വിശ്വാസം പൂർണ്ണമായും ഇന്ന് ജനങ്ങൾ ഇല്ലാതായിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് കായികമായി ജനങ്ങളെ നേരിട്ടുകൊണ്ടും ബൂത്ത് പിടിച്ചുകൊണ്ടും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടും അധികാരം നിലനിർത്താനുള്ള പരിശ്രമമാണ് ഇപ്പം മമതാ ബാനർജി അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. ആ പ്രതികരണത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ജനലക്ഷങ്ങൾ പങ്കെടുത്തിട്ടുള്ള മഹാറാലി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റാലി കൊണ്ട് അവസാനിക്കില്ല. ബംഗാളിലെ ജനങ്ങളുടെ പ്രതികരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടാകും എന്ന സ്ഥിതി ഇന്നവിടെ സംജാതമായി കൊണ്ടിരിക്കുന്നു, വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ നന്ദി ശ്രീ പി കെ ബിജു ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ പി എം സുരേഷ് ബാബു ഒരിക്കൽ കൂടി അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. താങ്കൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം. താങ്കൾ പറയേണ്ടത് ഇതിനകം പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീ പി സുരേഷ് ബാബു. ശ്രീ ഷാജി എം ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. മമതയുടെ സമരം പ്രതിപക്ഷ മഹാസഖ്യത്തിൻ്റെ തലപ്പത്തെത്താനോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരോടുള്ളത്. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 74% പേരും അതെ, അവർ പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടെ മഹാസഖ്യത്തിൻ്റെ നേതൃസ്ഥാനം കൂടെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല എന്ന അഭിപ്രായം 26% പേർക്ക് മാത്രമേ ഉള്ളൂ. ക്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.